ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ +2 ഫസ്റ്റ് ചാപ്റ്ററിന്റെ ചാർജിനെ പറ്റി, ചാർജിന്റെ ബേസിക്സിനെ പറ്റി, മെത്തേഡ്സ് ഓഫ് ചാർജിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. ഇനി അതിന്റെ ബാക്കി തുടർന്ന് വരുന്ന ഭാഗങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ സംസാരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഡിവൈസ് ആണ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഏതാ? ഇലക്ട്രോസ്കോപ്പ് എന്നാണ് പേര്. എന്തിനാണ് ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, ഒരു വസ്തുവിൽ ചാർജിന്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഉപകരണമാണ് ഇത് ഇലക്ട്രോസ്കോപ്പ്. ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ചാർജ്, ചാർജിന്റെ സാന്നിധ്യം അറിയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഉപകരണമാണിത് ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിച്ച് ഒരു വസ്തുവിൽ ചാർജിന്റെ കൃത്യമായ അളന്നെടുക്കാൻ അല്ലെങ്കിൽ കണക്കാക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല, നമ്മളെ കൊണ്ട് സാധിക്കില്ല. എന്നാൽ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ആരെ കൊണ്ട് സാധിക്കും? ഇലക്ട്രോസ്കോപ്പിനെ കൊണ്ട്. നമ്മുടെ പാഠപുസ്തകത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇലക്ട്രോസ്കോപ്പ് ഏതാ? ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പാണ്. എന്താണ് അതിന്റെ അറേഞ്ച്മെന്റ് എന്ന് നോക്കാം. ഒരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിൽ ഒരു ബോക്സ് കാണും. ആ ബോക്സിനകത്ത് ഒരു മെറ്റൽ റോഡ് വെച്ചിട്ടുണ്ട്, അതായത് ഒരു ഇരുമ്പ് തണ്ട് അല്ലെങ്കിൽ ഒരു കമ്പി. ആ മെറ്റൽ റോഡിന് ഒരു ടിപ്പുണ്ട്, അറ്റം. അതിന് നമ്മളൊരു നോബ് വെച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ ടച്ച് ചെയ്യാൻ വേണ്ടി ഒരു മെറ്റൽ നോബ്. മെറ്റൽ റോഡിന്റെ അറ്റത്തായിട്ട് 2 ഗോൾഡ് ലീഫ്, അതായത് സ്വർണത്തിന്റെ 2 ഇതിലുകൾ വെച്ചിട്ടുണ്ട്. ഇതാണ് എന്തിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിന്റെ അറേഞ്ച്മെന്റ്. ഇനി എങ്ങനെയാണ് ഒരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് ഒരു വസ്തുവിൽ ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ, നമുക്ക് ആദ്യം ഒരു ടെസ്റ്റ് ചാർജ് എടുക്കാം. എന്റെ ചാർജ് എ ആണെന്നിരിക്കട്ടെ. എയിൽ എന്റെ ചാർജ് എത്ര? നെഗറ്റീവ്ലി ചാർജ് ബോഡി. ഞാനൊരു ബോഡിയെ കൺസിഡർ ചെയ്തു. ബോഡി എന്ത് ചാർജ്? നെഗറ്റീവ്ലി ചാർജ് ചെയ്തു. ഇതിനകത്ത് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇതിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ ബോഡിയെ കൊണ്ട്, എന്ന് പറയുന്ന ബോഡിയെ കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ടിപ്പിലേക്ക്, ഈ മെറ്റൽ നോബിലേക്ക് കോണ്ടാക്റ്റിൽ കൊണ്ടുവരണം. അപ്പൊ ഏത് പറഞ്ഞ ബോഡിയെ കോണ്ടാക്റ്റിൽ കൊണ്ടുവരണമല്ലോ. ഇത് മെറ്റൽ ആണല്ലോ, മെറ്റൽസ് എല്ലാം കണ്ടക്ടേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞാലോ. അപ്പൊ കണ്ടക്ടേഴ്സ് ആരെ കണ്ടക്ട് ചെയ്യും? ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ കണ്ടക്ട് ചെയ്യും, ചാർജിനെ കടത്തിവിടും. അപ്പൊ ഇവിടെ ഇങ്ങനെ നെഗറ്റീവ് ചാർജ് എങ്ങോട്ടേക്ക് ഒഴുകാൻ തുടങ്ങും? ഈ മെറ്റൽ റോഡിലേക്ക്, ഈ നോബ് വഴി മെറ്റൽ റോഡിലേക്ക് ഒഴുകാൻ തുടങ്ങും. അങ്ങനെ ഒഴുകി മെറ്റൽ റോഡിന്റെ ടിപ്പിൽ എത്തുമ്പോൾ ഈ ടിപ്പിൽ എന്തോ ഇരിപ്പുണ്ട്? 2 ഗോൾഡ് ലീവ്സ് ഇരിപ്പുണ്ട്. അപ്പം 2 ഗോൾഡ് ആണല്ലോ, ഗോൾഡ് മെറ്റൽ ആണല്ലോ, ഇവര് കണ്ടക്ടേഴ്സ് ആണല്ലോ. അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് എങ്ങോട്ടേക്ക് ഒഴുകും? ഈ 2 ലീവ്സിലേക്ക് ഒഴുകും. അപ്പൊ നമുക്കറിയാം 2 ടിപ്പിലായിട്ട് എന്തോ ഇരിപ്പുണ്ട്? 2 ലീവ്സ് ഇരിപ്പുണ്ട്. 2 പേർക്കും എന്ത് ചാർജ് കിട്ടി? നെഗറ്റീവ് ചാർജ് കിട്ടി. എന്ന് വെച്ചാൽ സെയിം ചാർജ് കിട്ടി. നമ്മൾ ചാർജിന്റെ ബേസിക്സ് പഠിച്ചവരാ. എപ്പോഴും അൺലൈക്ക് ചാർജസ്, അതായത് വിപരീത ചാർജുകൾ അട്രാക്ട് ചെയ്യും, ലൈക്ക് ചാർജസ് അല്ലെങ്കിൽ സെയിം ചാർജസ് റിപ്പൽ ചെയ്യും. അപ്പോൾ ഇവിടെ 2 നെഗറ്റീവ് അല്ലെങ്കിൽ സെയിം ചാർജ്. അതുകൊണ്ട് ഈ 2 ലീവ്സ് എന്ത് ചെയ്യാൻ തുടങ്ങും? റിപ്പൽ ചെയ്യാൻ തുടങ്ങും. അതായത് ഇവര് പരസ്പരം അകലാൻ തുടങ്ങും. ഇങ്ങനെ അകൽച്ച ഉണ്ടായാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ കോണ്ടാക്ട് കൂടുന്ന ബോഡിയിൽ എന്തുണ്ടെന്ന് മനസ്സിലാക്കാം? ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഒരു പോസിറ്റീവ്ലി ചാർജ് ബോഡിയാണെങ്കിലോ അവിടെ ഇതേപോലെ തന്നെ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് ഒഴുകും, 2 ലീവ്സിന് പോസിറ്റീവ് ചാർജ് കിട്ടും, അതായത് സെയിം ചാർജ് കിട്ടും. 2 പേര് എന്ത് ചെയ്യാൻ തുടങ്ങും? റിപ്പൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാം? ചാർജിന്റെ സാന്നിധ്യം മനസ്സിലാക്കാം. ഇനി കൃത്യമായിട്ടുള്ള ഒരു അളവ് പറയാൻ കഴിയില്ല, ചാർജിന്റെ കൃത്യമായിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് പറയാൻ കഴിയില്ല. നമ്മൾ കൊണ്ടുവന്ന വസ്തുവിൽ ചാർജിന്റെ അളവ് കുറവാണോ കൂടുതലാണോ എന്ന് നമുക്ക് ഏകദേശം അനുമാനിക്കാൻ ആരെ കൊണ്ട് സാധിക്കും? ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. കാരണം ഈ ഉണ്ടാകുന്ന റിപ്പൾഷൻ ഉണ്ടല്ലോ, ഈ റിപ്പൾഷന്റെ എമൗണ്ട് നോക്കിയാൽ മതി. അതായത് ഈ ഉണ്ടാകുന്ന അകൽച്ച ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ബോഡിയിൽ നിന്ന് ചെറിയ ചാർജേ ഉള്ളൂ. ആ ചെറിയ ചാർജ് ഒഴുകി വന്നോണ്ട് എന്താ? ചെറിയ റിപ്പൾഷനേ ഉള്ളൂ. എന്നാൽ ഇവർ തമ്മിലുണ്ടാകുന്ന റിപ്പൾഷൻ അല്ലെങ്കിൽ ഇവർ തമ്മിലുണ്ടാകുന്ന അകൽച്ച വളരെ വലുതാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ബോഡിയിൽ എന്തിന്റെ അളവ് കൂടുതലാണ്? ചാർജിന്റെ അളവ് കൂടുതലാണ്. അപ്പം ബോഡി ചാർജിന്റെ അളവ് കൂടുതലാണെങ്കിൽ റിപ്പൾഷന്റെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ബോഡിയിൽ ചാർജിന്റെ അളവ് കുറവാണെങ്കിലോ റിപ്പൾഷന്റെ അതായത് അകലുന്ന എമൗണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ടെസ്റ്റർ പോലെ ഒരു ഉപകരണം എന്തെന്നും പറയാം? ഇലക്ട്രോസ്കോപ്പ്. അപ്പൊ ഇലക്ട്രോസ്കോപ്പിന്റെ ഫംഗ്ഷൻ എന്തുമാത്രമാണ്? ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നത്. ഇത് നമ്മൾ ചാർജിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് പറയുന്നത്, ചാർജിന്റെ പ്രത്യേകതകളെ പറ്റി. ചാർജിന്റെ 4 പ്രോപ്പർട്ടീസ് പറയാം. ആദ്യത്തെ പ്രോപ്പർട്ടി എന്താ? അൺലൈക്ക് ചാർജസ് അട്രാക്ട്, ലൈക്ക് ചാർജസ് റിപ്പൽ. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ? വിപരീത ചാർജുകൾ എപ്പോഴും എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും, ആകർഷിക്കും. എന്നാൽ ഒരേ ചാർജുകൾ എന്ത് ചെയ്യും? വികർഷിക്കും, റിപ്പൽ ചെയ്യും. കൂടുതൽ പറയണ്ടല്ലോ. ഇനി രണ്ടാമത് എന്താ? കൺസർവേഷൻ ഓഫ് ചാർജ്. നമ്മൾ ഒരുപാട് കൺസർവേഷൻ ലോ പഠിച്ചവരാ. കൺസർവേഷൻ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് എനർജി. അതുപോലെ തന്നെ ചാർജിന്റെ കൺസർവേഷൻ എന്താ? ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ചാർജിനെ എന്ത് ചെയ്യാൻ കഴിയില്ല? ഉണ്ടാക്കി എടുക്കാനും സാധിക്കില്ല, എന്നാൽ നശിപ്പിക്കാനും സാധിക്കില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ. ഒരു ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യാം? മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ ചാർജിങ് പറഞ്ഞാലോ, ഒരു ബോഡിയെ ചാർജ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ത്രൂ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ചാർജ്. അപ്പൊ ചാർജിന്റെ എന്ത് മാത്രമേ സാധിക്കുള്ളൂ? ട്രാൻസ്ഫർ മാത്രമേ സാധ്യമാകുകയുള്ളൂ.
ഇനി മൂന്നാമത്തെ പ്രത്യേകതയാണത് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് ഇല്ലേ. എന്താ പറയുന്നത്? ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം ഈസ് ദ സം ഓഫ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ ചാർജസ്. ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ഒരു ബോഡിയെ നീ പൂർണ്ണമായി എടുത്താൽ അതിന്റെ ടോട്ടൽ ചാർജ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ ബോഡിക്കുള്ളിൽ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനുള്ളിൽ എന്ത് കാണും? ഒരുപാട് ചെറിയ ഇൻഡിവിജ്വൽ ചാർജസ് ആണ്, ചെറിയ ചെറിയ ചാർജുകളാണ്. അവരുടെ എല്ലാം കൂടെ ചാർജുകളുടെ ആകെ തുക കൂട്ടിയാൽ നിനക്ക് എന്ത് കിട്ടും? നിന്റെ ബോഡിയുടെ അല്ലെങ്കിൽ നിന്റെ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് കിട്ടും. That is Q is equal to total charge Q sum എന്ത് എഴുതാം? Q1 plus Q2 plus etc plus Q1. ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ നമ്മുടെ ഒരു ബോഡിക്കകത്ത് എത്ര ചാർജ് ഉണ്ട്? 4 ചാർജ്. Q1, Q2, Q3, Q4. അങ്ങനെ ഈ ബോഡിയുടെ ടോട്ടൽ ചാർജ് എത്ര അറിയോ? ബോഡിയുടെ ടോട്ടൽ ചാർജ് Q. ബോഡിയുടെ ടോട്ടൽ ചാർജ് Q കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? Q is equal to ഇൻഡിവിജ്വൽ ചാർജിനുള്ള ഏതൊക്കെയാ? Q1 plus Q2 plus Q3 plus Q4. ഇതിനെയാണ് എന്തെന്ന് പറയുക? അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. അപ്പൊ നമുക്ക് ചാർജിന്റെ ഏറ്റവും ലാസ്റ്റ് പ്രോപ്പർട്ടി, ഫോർത്ത് പ്രോപ്പർട്ടി, ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി പറയാം, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് നോക്കാം. The charge on any body is an integral multiple of the electronic charge. എന്താണ് പറയുക? ലോകത്തുള്ള ഏത് വസ്തു, ഏത് സിസ്റ്റമോ ഏത് ബോഡിയോ എടുക്കാം, അവരുടെ ചാർജ് നമ്മൾ അളന്നെടുത്താൽ അയാൾ എപ്പോഴും എന്തായിരിക്കും? ഇലക്ട്രോണിക് ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. എന്തിനാ ഇലക്ട്രോണിക് ചാർജ് എന്ന് പറയാം? ഒരു ഇലക്ട്രോണിന്റെ ചാർജിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് ചാർജ്. നമ്മൾ ഏത് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും? ഈ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. നമുക്കറിയാം ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? 1.6 into 10⁻⁻⁹ കൂടം. അപ്പൊ ഏത് വസ്തുവിന്റെയും ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഇലക്ട്രോണിക് ചാർജിലെ ഒരു ഇലക്ട്രോണിന്റെ ചാർജിന് എന്തായിരിക്കും? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ, പൂർണ്ണസംഖ്യാ ഗുണിതങ്ങളായിരിക്കും. വെറും ഗുണിതങ്ങളാണോ? അല്ല. എന്താ? ഇന്റിജർ മൾട്ടിപ്പിൾ ആണ്, പൂർണ്ണസംഖ്യാ ഗുണിതങ്ങളാണെന്നാണ് എന്ത് പറയുന്നത്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അതായത് ഏത് ബോർഡ് ചാർജ് അളന്നാലും എങ്ങനെ വരാം? 1E എന്ന് വരാം, 2E എന്ന് വരാം, അല്ലെങ്കിൽ 100E എന്ന് വരാം, 2000E എന്നോ 5000E എന്ന് വരാം. പക്ഷെ എന്ത് വരാൻ പാടില്ല? ഡെസിമൽ പ്ലേസസ് വരാൻ പാടില്ല, അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സ് വരാൻ പാടില്ല, ഫ്രാക്ഷണൽ വാല്യൂസ് ഒന്നും വരാൻ പാടില്ല. 1.5 എന്ന് പറഞ്ഞ ചാർജ് ഉണ്ടോ? ഇല്ല. 3.5 എന്നുണ്ടോ? ഇല്ല. അപ്പൊ എപ്പോഴും എന്തായിരിക്കും? ഈയുടെ ഇലക്ട്രോണിക് ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. ഇതിനെയാണ് എന്തെന്ന് പറയുക? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം? Q is equal to plus or minus NE. Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി. പ്ലസ് ഓർ മൈനസ് അല്ലെ, ചാർജ് ഒന്നെങ്കിൽ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ എന്താകാം? നെഗറ്റീവ് ആകാം. N എന്ന് പറയുന്നത് N is an integer 1, 2, 3, 4 etc. അതിനാണ് എന്തുകൊണ്ട് സൂചിപ്പിക്കുക? N കൊണ്ട്. E എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിക് ചാർജ്. എന്താണ്? ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. അതിനെയാണ് എന്തുകൊണ്ട് സൂചിപ്പിക്കുക? N കൊണ്ട്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് എപ്പോഴും ചാർജ്, ഏത് ബോഡിയുടെ ചാർജ് എടുത്താലും എന്ത് നമ്മൾ പറഞ്ഞു? ഇലക്ട്രോണിക് ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാൻ നോക്കാം. നമുക്കൊരു പട്ടിക വരച്ച് നോക്കാം. നമുക്കറിയാം ഒരു ബോഡി, ഒരു ന്യൂട്രൽ ബോഡി എങ്ങനെയാ ചാർജ് നേടുന്നത് നമ്മൾ പറഞ്ഞു. നമ്മൾ മെത്തേഡ്സ് ഓഫ് ചാർജിങ് പഠിച്ചവരാ. എപ്പോഴും ചാർജ് നേടുന്ന പ്രക്രിയ എങ്ങനെയാ? ത്രൂ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിന്റെ കൈമാറ്റത്തിലൂടെ. ഒന്നുകിൽ ഇലക്ട്രോണെ നേടിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് എപ്പോഴും എന്തുണ്ടാവുക? ചാർജ് ഉണ്ടാവുക. ഇലക്ട്രോണെ നേടിയെടുത്താൽ നെഗറ്റീവ് ചാർജും ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തിയാൽ എന്തുണ്ടാവും? പോസിറ്റീവ് ചാർജ്. നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഞാനൊരു ന്യൂട്രൽ ബോഡിയെ സങ്കല്പിച്ചു എന്ന് വിചാരിക്കുക. അതാണ് എന്റെ ന്യൂട്രൽ ബോഡിയിൽ ആദ്യം ഞാൻ ഒരു ഇലക്ട്രോണിനെ സങ്കല്പിക്കുക. എന്റെ ന്യൂട്രൽ ബോഡി ഒരു ഇലക്ട്രോണിനെ നേടിയെടുത്തു. ഗെയിൻ ആണ്. എന്റെ ന്യൂട്രൽ ബോഡി ഒരു ഇലക്ട്രോണിനെ നേടിയെടുത്താൽ അയാൾക്ക് എത്ര ചാർജ് കിട്ടും? 1E ചാർജ്. ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താൽ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കിട്ടുമല്ലോ. അപ്പൊ അയാളുടെ ചാർജ് എത്ര പറയും? 1E. ഗെയിൻ ആയതുകൊണ്ട് ചാർജ് എന്താ? -1. ഇനി എന്റെ അതേ ബോഡി ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി എന്നിരിക്കട്ടെ. അപ്പൊ എത്ര ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു? ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി. അപ്പൊ എത്ര പോസിറ്റീവ് ചാർജ് കിട്ടി? +1E. ഇനി എന്റെ ബോഡി എന്ത് ചെയ്തു? വീണ്ടും ഇലക്ട്രോൺ എണ്ണം ഞാൻ 2 ആക്കി. എന്റെ ബോഡി 2 ഇലക്ട്രോണിനെ നേടിയെടുത്തിരിക്കട്ടെ. അപ്പൊ എന്റെ ബോഡിക്ക് എത്ര ഇലക്ട്രോണിന്റെ ചാർജ് കിട്ടും? 2 ഇലക്ട്രോണിന്റെ ചാർജ് കിട്ടും. 2 ഇലക്ട്രോണിന്റെ ചാർജ് എത്ര? 2 into ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. അപ്പൊ എത്ര? 2E. അപ്പൊ എത്ര? -2E. ഇനി എന്റെ ബോഡി 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിരിക്കട്ടെ. നഷ്ടപ്പെടുന്ന സമയത്ത് എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയ ചാർജ് എത്ര? 2E. എത്ര ചാർജാ? പോസിറ്റീവ് 2E. ഇനി എന്റെ ബോഡി ഒരു 100 ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ അടക്കമാണ്. 100 ഇലക്ട്രോണെ എന്റെ ബോഡി നേടിയെടുക്കുകയാണെങ്കിൽ എന്റെ ബോഡിക്ക് എത്ര ചാർജ് കിട്ടും? 100 into ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. എത്ര കിട്ടി? 100E. എത്ര? നെഗറ്റീവ്. ഇലക്ട്രോണിനെ നേടിയെടുത്തു, മൈനസിനെ. 100 ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തിയാലോ? +100E.
അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം, ഇതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്, വിനിമയം നടന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പൊ ടോട്ടൽ ചാർജ്, അതായത് ഈ ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടപ്പോൾ നമ്മുടെ ബോഡി കിട്ടിയ ടോട്ടൽ ചാർജ് ആണ് ഇത്. ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എത്ര കിട്ടി? ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. രണ്ടെണ്ണം ട്രാൻസ്ഫർ ചെയ്തപ്പോഴോ 2 ഇലക്ട്രോണിന്റെ ചാർജ്. 100 ട്രാൻസ്ഫർ ചെയ്തപ്പോഴോ 100 ഇലക്ട്രോണിന്റെ ചാർജ്. ദാറ്റ് ഈസ് ടോട്ടൽ ചാർജ് Q സമം നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്, അല്ലെ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഇൻറ്റു എന്ത് എഴുതാം? ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ. ഇതിനെയാണ് എന്തെന്ന് പറയുക? ടോട്ടൽ ചാർജ്. അപ്പൊ ഇവിടെ n എന്ന് പറയുന്ന ഇന്റിജർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ആണ്. അതായത് ചാർജിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഒരു ബോഡി ചാർജിനെ അക്വയർ ചെയ്യുന്ന സമയത്ത്, അതായത് നെഗറ്റീവോ പോസിറ്റീവോ നേടിയെടുക്കുന്ന സമയത്ത് അയാൾ നഷ്ടപ്പെടുത്തുകയോ നേടിയെടുക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ഇന്റിജർ ആയിട്ടുള്ള n കൊണ്ട്. അപ്പൊ നമുക്കറിയാം, എപ്പോഴും ഇലക്ട്രോണുകളുടെ എണ്ണം ഒരിക്കലും എന്തായി മാറില്ല. പോയിന്റ് സംഖ്യ ആവോ അല്ലെങ്കിൽ ഫ്രാക്ഷൻ വാല്യൂസ് ആവോ? ഇല്ല. എപ്പോഴും ഒന്നുകിൽ എന്ത് ചെയ്യും? ഒന്നുകിൽ 1 ഇലക്ട്രോൺ, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ, അല്ലെങ്കിൽ 10 ഇലക്ട്രോൺ. എപ്പോഴെങ്കിലും 1.5 ഇലക്ട്രോണോ 2.5 ഇലക്ട്രോണോ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് ഇവിടെ എന്തുകൊണ്ട് സൂചിപ്പിക്കുക? എന്തുകൊണ്ട് സൂചിപ്പിക്കുക? ഇലക്ട്രോണുകളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? ഇന്റിജർ ആയിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും എന്തെന്ന് പറയുക? ചാർജ്, ഏതൊരു ബോഡിയിലെ ചാർജ് എന്ത് മൾട്ടിപ്പിൾ ആണെന്ന് പറയുക? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണെന്ന് പറയുക. അപ്പൊ ഈ ഇക്വേഷനിൽ എന്ന് പറഞ്ഞാൽ വെറും ഇന്റിജർ അല്ല, പിന്നെ എന്താണ്? നമ്പർ ഓഫ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഡ്യൂറിംഗ് ദ ചാർജിംഗ് പ്രോസസ്. ആ ബോഡി ചാർജ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അവിടെ വിനിമയം നടക്കുന്ന, അല്ലെങ്കിൽ നേടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ചാർജിന്റെ എണ്ണത്തെയാണ് എന്ന് പറയുക n കൊണ്ട് സൂചിപ്പിക്കുക. അപ്പൊ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസിലേക്ക് പോകാം. അപ്പോൾ ആ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രോബ്ലം കേട്ടോ. A polythene piece rubbed with a wool is found to have a negative charge of 3.2 into 10⁻⁻⁷ coulomb. Estimate the number of electrons transferred. എന്താ പറയുന്നത്? ഒരു പോളിത്തീൻ പീസ്, ഒരു പോളിത്തീന്റെ തുണിയെടുത്ത് ആരുമായിട്ട് റബ്ബ് ചെയ്തു, വൂളുമായിട്ട് ഉരസി. നമ്മുടെ പോളിത്തീൻ എന്ത് കിട്ടി? 3.2 into 10⁻⁻⁷ coulomb നെഗറ്റീവ് ചാർജ് കിട്ടി. അത്രയും നെഗറ്റീവ് ചാർജ് കിട്ടണമെങ്കിൽ അവിടെ എത്ര ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ നടന്നിരിക്കണം? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ചാർജ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണം. നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിന്റെ ഇക്വേഷൻ. Q സമം എന്താ? പ്ലസ് ഓർ മൈനസ് NE. Q എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് തന്നിട്ടുണ്ടല്ലോ 3.2 into 10⁻⁻⁷ കൂടെ നെഗറ്റീവ് ചാർജ്. n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്, അതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. E എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിക് ചാർജ്, അതിന്റെ വാല്യൂ നമുക്കറിയാലോ. അപ്പൊ എടുത്തെഴുതാലോ. അപ്പൊ Q സമം എത്ര? -3.2 into 10⁻⁻⁷ കൂളം. നമുക്കറിയാലോ ഈയുടെ വാല്യൂ എത്ര? 1.6 into 10⁻⁻⁹ കൂളം. ഇനി വാല്യൂ അപ്ലൈ ചെയ്താൽ മാത്രം മതിയല്ലോ. Qന് വാല്യൂ എന്ത് കൊടുക്കണം? -3.2 into 10⁻⁻⁷ കൂളം, അല്ലെങ്കിൽ 10⁻⁷ സമം. ഇവിടെ എന്ത് കൊടുക്കണം? പ്ലസ് ഓർ മൈനസിന്റെ ഇവിടെ നെഗറ്റീവ് ചാർജ് ആണല്ലോ. അപ്പൊ കിട്ടിയ എന്താ? ഇവിടെ എന്ത് കൊടുക്കണം? -n into എത്ര? 1.6 into 10⁻⁻⁹ ഇല്ലേ? ഇവിടെ പോസിറ്റീവ് ചാർജ് ആക്കി നമ്മൾ എന്ത് കൊടുത്തല്ലേ? Q സമം പ്ലസ് n എടുക്കണം നമ്മുടെ ഇക്വേഷൻ ഇല്ലേ? ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ് നമ്മുടെ ഇക്വേഷൻ എടുത്തത്. Q സമം -n. ഏത് ചാർജ് ആണോ അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ സമം കിട്ടി. ആദ്യം മൈനസും ഒന്ന് വിട്ടിപ്പോ എന്താണ് മാറും? പ്ലസ് ആയിട്ട് മാറും. Therefore n സമം എന്ത് കിട്ടി? 3.2 into 10⁻⁷ divided by 1.6 into 10⁻⁻⁹ ആണല്ലോ. അപ്പൊ എത്ര കിട്ടി? സിംപ്ലിഫൈ എത്ര കിട്ടും? 2 into 10⁻12 ഇലക്ട്രോൺസ്. അപ്പൊ 2 into 10⁻12 ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ നടന്നപ്പോൾ ആരൊക്കെ തമ്മിലാ? പോളിത്തീനും വൂളും തമ്മിൽ നടന്നപ്പോഴാണ് അയാൾക്ക് എന്ത് ചാർജ് കിട്ടിയത്? 3.2 into 10⁻⁷ കൂളം. അപ്പൊ ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്. ക്വാണ്ടൈസേഷനോട് ബന്ധപ്പെട്ട് നേരത്തെ ഇതുപോലെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടാണ്. അതാണ് ഇത്രേ ഉള്ളൂ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിക്വയർഡ് ഫോർ എ ചാർജ് ഓഫ് 1 കൂളം. പിന്നെ നിസ്സാരമായിട്ട് നിൽക്കും. 1 കൂളം ചാർജിന്, അല്ലെങ്കിൽ 1 കൂളം ചാർജ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ 1 കൂളം ചാർജ് ഒരു ബോഡിയിൽ ഉണ്ടാക്കട്ടെ, നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആയിക്കോട്ടെ, അതിനുവേണ്ടി എത്ര ഇലക്ട്രോൺസിന്റെ റിക്വയർമെന്റ് ഉണ്ട്? ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്ത് തന്നെ? Q പ്ലസ് ഓർ മൈനസ് NE. Q പ്ലസ് ഓർ മൈനസ് NE ആണല്ലോ. കാരണം നമുക്കറിയാം ഇവിടെ എന്താ? Q എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ചാർജ് തന്നിട്ടുണ്ട് എത്ര? 1 കൂളം. 1 കൂളം കിട്ടാൻ വേണ്ടിയുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. n എന്ന് പറഞ്ഞാണത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്. ഗെയിൻഡോ ലോസ്റ്റോ എന്തോ. E എന്ന് പറഞ്ഞാൽ എന്താ? 1.6 into 10⁻⁹ ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. ചിലപ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ. Q സമം എത്ര? 1 കൂളം.
അടുത്ത ഈ സമത്ര 1.6 into 10⁻⁻90 കൂളം. കുഴപ്പമുണ്ടോ? ഇല്ല. അങ്ങനെ നേരത്തെ എന്ത് എഴുതാം? Q സമം N. അപ്പൊ എന്താ 1 is equal to n into 1.6 into 10⁻⁻90 ആണല്ലോ. ഇനി എന്തുകൊണ്ട് വിളിച്ചാൽ മതി? N. Therefore n is equal to എഴുതാം 1 divided by 1.6 into 10⁻⁻90. കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ എത്ര വരും? 6.25 into 10⁻18 ഇലക്ട്രോൺസ്. അപ്പം 6.25 into 10⁻18 ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടാൽ മാത്രം എന്ത് കിട്ടും? 1 കൂളം ചാർജ്. 6.25 into 10 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്താൻ നമുക്ക് എന്ത് കിട്ടും? 1 കൂളം പോസിറ്റീവ് ചാർജ് കിട്ടും. 6.25 into 10⁻18 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്താൽ നേടിയെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1 കൂളംബ് നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുന്നത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ്. അപ്പൊ ഇന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഒരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിനെ പറ്റി, പിന്നെ എന്താ ചാർജിന്റെ ബേസിക് പ്രോപ്പർട്ടീസ്, എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ് ഇമ്പോർട്ടന്റ്, അതും അതിന്റെ പ്രോബ്ലംസും. അപ്പൊ ബാക്കിയുള്ള പാഠഭാഗങ്ങൾ നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ വീണ്ടും കാണാം.